വിശ്വം വിവേകദശയിങ്കലഴിഞ്ഞു സർവം അസ്വസ്ഥമാകിലും അതീന്ദ്രിയ ദൃശ്യമാക്കും. ദിക്കിൻ ഭ്രമം വിടുകിലും പുനരിങ്ങിവന്റെ ദൃക്കിന്നു ദൃക്ക് പുനരിങ്ങനെ തന്നെ കാണാം. വളരെ ശ്രദ്ധേയമായ ശ്ലോകമാണ്, ശ്രദ്ധിക്കുക. വിശ്വം വിവേകദശയിങ്കലഴിഞ്ഞു സർവം അസ്വസ്ഥമാകിലും അതീന്ദ്രിയ ദൃശ്യമാക്കും. ദിക്കിൻ ഭ്രമം വിടുകിലും പുനരിങ്ങിവന്റെ ദൃക്കിന്നു ദിക്കു പുനരിങ്ങനെ തന്നെ കാണാം. വിശ്വം വിവേകദശയിങ്കൽ അഴിഞ്ഞു സർവം അസ്വസ്ഥമാകിലും. ശ്രദ്ധിക്കുക. അപ്പൊ വിശ്വം എന്ന് പറഞ്ഞാൽ സമസ്തം. വിശ്വം എന്ന് പറഞ്ഞാൽ ഈ ഭുവനം, ഈ ലോകം. അവിടെ ഞാനും നീയും ശത്രുവും മിത്രവും എന്തൊക്കെ ഉണ്ട്, എല്ലാം ചേർന്നതാണ് ഈ വിശ്വം. ബന്ധങ്ങളുണ്ട്, സ്വന്തങ്ങളുണ്ട്, ബന്ധുക്കള്, മിത്രങ്ങള്, ശത്രുക്കള് എല്ലാവരും ഉണ്ട്. ആരൊക്കെ ഇല്ലാത്തത് നോക്കിയാൽ മതി. ഇതൊക്കെ ചേർന്നതാണ് വിശ്വം. അപ്പൊ എന്താണ് ഈ വിശ്വം? ഇത് ഉള്ളതാണോ അല്ലയോ എന്ന് നിരൂപണം ചെയ്തു. അപ്പൊ നേരത്തെ പലപ്പോഴും പറഞ്ഞു ഇത് വ്യവഹാര ദശയിൽ മാത്രമാണ് ഈ വിശ്വം ഉള്ളത് എന്ന് നേരത്തെ പറഞ്ഞു. വ്യവഹാരത്തിനപ്പുറത്ത് ഈ വിശ്വത്തിന് ഒരസ്തിത്വവും ഇല്ല, ഒരു നിലനിൽപ്പും ഇല്ല. നമ്മൾ പലവരും ചിന്തിച്ച വിഷയമാണ്. അതിന് നമ്മൾ ഓരോന്നും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളെ, അല്ലെങ്കിൽ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളെ, അവയുടെ ചേർച്ചയെ ഒക്കെ അപഗ്രഥിച്ച് ഇതൊക്കെ താൽക്കാലികം എന്ന് മനസ്സിലാക്കി. ഏത് വിഷയത്തെ വേണമെങ്കിലും എടുത്തോളൂ. ഒരു ചേരുംപടി ചേർത്ത് വെച്ച് കെട്ടിയപ്പോൾ ഇങ്ങനെയൊക്കെയായി, അത്രയേ ഉള്ളൂ. നമ്മൾ അഭിമാനിക്കുന്നതിൽ ഏറ്റവും അടിസ്ഥാനമായി തന്നെ ശരീരം വരുന്നുണ്ട്. ഞാൻ എന്നുള്ള അഭിമാനത്തിൽ അതിനാണ് നമ്മൾ പേരിടുന്നത്. സ്വാമി ചിദാനന്ദപുരി ഈ ശരീരത്തിൻ്റെ പേരാണ്, അല്ലാണ്ട് വേറെ ആർക്കാ പേര്? ഇതെന്താ? കുറേ എല്ലും കൂട്ടം, കുറേ മാംസം, കുറേ പേശികൾ, ഒരു 5.5 ലിറ്റർ 6 ലിറ്ററോളം രക്തം, കുറച്ച് തൊലി. ഒരു ബക്കറ്റ് കൊള്ളാൻ മാത്രമില്ല രക്തം. മാംസമെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് കൊള്ളാനില്ല. പിന്നെ എല്ലൊക്കെ കൂടി വേർപെടുത്തി കഴിഞ്ഞാൽ ഒരു വിറകിൻ്റെ കെട്ടിൻ്റെ അത്ര. എന്നാലോചിച്ചൊന്ന് മനസ്സ് കണ്ടു നോക്കൂ സ്വാമി ചിദാനന്ദപുരിയെ. തൊലിയെല്ലാം കൂടി ഒരു പാട്ടയിലിടാനേ ഉള്ളൂ മൊത്തം. ഇതൊക്കെ കൂടി ചേർത്ത് കെട്ടും ഒക്കെ വെച്ച് കെട്ടി എങ്ങനെയാണ് ഞാൻ? നമ്മളൊക്കെ അത്രയേ ഉള്ളൂ. ഇനി ഇത് കത്തിച്ചു കഴിഞ്ഞാൽ ഒരു പിടി ഉണ്ടാവുള്ളൂ കേട്ടോ, അത് പ്രത്യേകം പറയാം. ഒരു പിടിച്ചാണ്. ആരെങ്കിലും ഒന്ന് പരിശോധിച്ചാൽ തിരക്കേടില്ല. അവനവൻ്റെ കേട്ടോ, വേറെ ആരതും അല്ല. അവനവൻ്റെ ശരീരം കത്തിക്കഴിഞ്ഞാൽ അവനവൻ്റെ കയ്യിൽ കൊള്ളാനുള്ള അത്രയേ ഉണ്ടാവുള്ളൂ. ഇതാണ് അതിൻ്റെ കണക്ക്. ആരെങ്കിലും പരിശോധിച്ചിട്ട് പറഞ്ഞാൽ മതി, ഇത്രയേ ഉണ്ടാവുള്ളൂ. അപ്പൊ വിവേകദശയിൽ എന്തായി? ഈ വിശ്വസമസ്ത അഴിഞ്ഞൊഴിഞ്ഞു പോയി. ഇതില്ല. ഇത് പലത് ചേർന്ന് തൽക്കാലം കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന ഒരു സാധനം. നമ്മളെ ശരീരത്തെ തന്നെ നോക്കൂ. 80% അടുത്ത് വെള്ളം മാത്രമാണ്. ഒരു 78% മുകളിൽ വെള്ളം മാത്രമാണ് എന്ന് പരിശോധിക്കുന്നവർ. ഈ ഭൂമിയിലും അങ്ങനെ തന്നെയാ അല്ലേ? അല്ല, അതെ, 78%-ലധികം വെള്ളമാണ്. വെള്ളത്തിലാണ് മൊത്തം ഒരു നിപ്പ്. വെള്ളം കൊണ്ടാണ് നിപ്പ് എന്നും പറയാം. കേരള സംസ്ഥാന സർക്കാരൊക്കെ വെള്ളം കൊണ്ടാണ് നിൽക്കുന്നത്. ഒക്കെ വെള്ളത്തിൽ തന്നെ. അതെ,
പക്ഷെ ചേരുംപടി ചേർന്നപ്പോ ഹായ് എന്താ സുന്ദരി, എന്താ സുന്ദരൻ, ഇല്ലേ? ആലോചിച്ച് നോക്കും. ഇതൊക്കെ ഒന്ന് വേർതിരിച്ചു വെച്ചാലോ, ഒരു സുന്ദരിനെ നേരത്തെ പറഞ്ഞ പോലെ തൊലി, മാംസം, പേശി, അസ്ഥി, രോമം, ഇതൊക്കെ ഒന്ന് വേർതിരിച്ചു വെച്ചാൽ എന്താ സ്ഥിതി? ഒന്ന് സങ്കല്പിച്ചു നോക്കും. സങ്കല്പിക്കുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ. എന്താ ലോകസുന്ദരി? ആലോചിച്ചു നോക്കും. മിസ്റ്റർ കേരള, മിസ്റ്റർ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഈ പറഞ്ഞ വേർതിരിച്ചു വെച്ചാൽ എന്താ സ്ഥിതി? ചെറിയ. അപ്പൊ ഇങ്ങനെ വിവേകദശയിൽ അഴിഞ്ഞു പോവുക. ഇതൊന്നും പരമാർത്ഥമല്ല, ഇതൊന്നും പരമാർത്ഥമല്ല എന്നഴിഞ്ഞ് സർവം അസ്വസ്ഥമാകിലും. അപ്പൊ എല്ലാ സ്ഥാനം തെറ്റിയിട്ടോ, എല്ലാം അസ്വസ്ഥായി. നേരത്തെ സ്വസ്ഥ എന്നാണ് വിചാരിച്ചത്. അസ്വസ്ഥത എന്നുള്ളതിന് പാരമാർത്ഥിക തലത്തിലൊന്നും അർത്ഥം എടുക്കരുത്. ഇല്ലാത്തതായി ഒഴിഞ്ഞു പോവുക എന്നുള്ള അർത്ഥം എടുത്താൽ മതി. ഒക്കെ അസ്വസ്ഥായി. ആദ്യം വിചാരിച്ചത് എന്താ വെച്ചാൽ, ഞാൻ ഇത്ര കിലോഗ്രാം, ഞാൻ 78 കിലോഗ്രാം ആണ് എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഞാൻ എത്ര തൂക്കം? എൻ്റെ തൂക്കമൊന്നുമല്ല, ഞാൻ 78 കിലോഗ്രാം ഉണ്ടെന്നാ പറയണം. ശരിയല്ലേ പറഞ്ഞു? എൻ്റെ ശരീരത്തിൻ്റെ തൂക്കം എന്ന് പോലും പറയാൻ നമ്മൾ മറന്നു. നിങ്ങൾ എത്ര തൂക്കമുണ്ട്? ഞാൻ 78 കിലോഗ്രാം ഉണ്ട്. ഇപ്പൊ ഒന്ന് വേർതിരിച്ചപ്പോഴോ, ഇത്ര കിലോഗ്രാം രക്തം, ഇത്ര കിലോഗ്രാം മാംസം, ഇത്ര കിലോഗ്രാം പേശികൾ, ഇത്ര ഗ്രാം തോല്, ഇതൊക്കെ കൂടി ചേർന്നൊരു സാധനമാണ് നേരത്തെ പറഞ്ഞത്. ഇതേപോലെ നിരൂപണം ചെയ്തപ്പോൾ ഇതാണോ സത്യം, ഇതാണോ സത്യം, ഇതാണോ സത്യം എന്ന് നിരൂപണം ചെയ്തപ്പോൾ സകലവും അസ്വസ്ഥമാകിലും, മനസ്സിലായല്ലോ? ഇപ്പൊ ഒന്നുമില്ല എന്ന് മനസ്സിലായി. എങ്കിലും ഇന്ദ്രിയ ദൃശ്യമാകും. ഇവിടെയാണ് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചത്. അദ്വൈതി ദ്വൈതത്തെ കാണുന്നുവോ ഇല്ലയോ നേരത്തെ ചോദിച്ചു. നമ്മൾ നേരത്തെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്വൈതിയാണ് ദ്വൈതത്തെ ഏറ്റവും നന്നായി കാണുന്നത്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ ദൃഷ്ടാന്തം ആവർത്തിച്ചാൽ, കാടിന്റെ ഗഹനത കാടിനുള്ളിൽപ്പെട്ടവന് ശരിക്കും തിരിച്ചറിയാൻ കഴിയില്ല. അതിൻ്റെ വൈമൂല്യം അത് പുറമേ നോക്കിയാലേ അറിയുള്ളൂ. ഇതുപോലെ ദ്വൈതത്തെ അതിക്രമിച്ച ആൾക്ക് ശരിക്കും ദ്വൈതത്തെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇത് മിഥ്യയാണെന്ന് അറിഞ്ഞാലും കാണും, ഇത് മിഥ്യയാണെന്ന് അറിഞ്ഞാലും ദ്വൈതത്തെ കാണും. ഇത് പ്രത്യേകം മനസ്സിലാക്കാം. ഇത് ആധ്യാത്മിക പ്രഭാഷകന്മാർ ഇവിടെ ഉണ്ടാക്കണ പൊല്ലാപ്പ് കുറച്ചൊന്നുമല്ല. ഈ ആധ്യാത്മിക പ്രഭാഷകന്മാർ പലപ്പോഴും ആത്മജ്ഞാനി എല്ലാത്തിനെയും ആത്മാവായിട്ടാണ് കാണുന്നത്. എടാ, കുറച്ചുകൂടി കടന്നിട്ട് പറയും, അവൻ വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനെയും പശുവേയും ആനയെയും പട്ടിയെയും പട്ടിയെ പാകം ചെയ്ത് കഴിക്കുന്നവനെയും ഒരുപോലെ കാണുന്നു. ആരാ പറയുക? ആധ്യാത്മിക പ്രഭാഷണത്തിൽ പറയും. എങ്കിലൊന്നേ പറയാനുള്ളൂ, അയാളെ അടിയന്തരമായി കണ്ണ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. ആനേനെയും പട്ടീനെയും ഒരുപോലെയാ കാണുന്ന വെച്ചാൽ എങ്ങനെയുണ്ട്? കണ്ണിന് വലിയ കുഴപ്പമുണ്ടെന്നല്ലേ അർത്ഥം? അല്ല അല്ലേ? ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് സ്വാമി? ഇല്ല, പറഞ്ഞിട്ടില്ല സ്വാമി. ഗീത വായിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. വായിച്ചിട്ടുണ്ട്. പിന്നെ വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ സപ്തമി വിഭക്തി, ഗവി സപ്തമി വിഭക്തി, ഹസ്തിനി സപ്തമി വിഭക്തി, ശുനി സപ്തമി വിഭക്തി, ശപാകേ സപ്തമി വിഭക്തി. അവിടെ വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനെയും നല്ല, വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലും പശുവിലും ആനയിലും പട്ടിയിലും പട്ടിയെ പാകം ചെയ്യുന്നവനിലും സമത്തെ കാണുന്നു. അല്ലാണ്ട് പട്ടിയെയും ആനയെയും ഒരുപോലെ കാണുന്നു എന്നല്ല. പട്ടിയിലും ആനയിലും ഒന്നാണെന്ന് കാണും. പട്ടി ആനയും ഒരിക്കലും ഒന്നല്ല. അങ്ങനെ വേദാന്തം പഠിച്ചാൽ ഉണ്ടാവുന്ന അപകടങ്ങൾ കുറച്ചൊന്നുമല്ല. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന കഥ ഓർമ്മിക്കുക. ഗുരുനാഥൻ പറഞ്ഞു എല്ലാം ബ്രഹ്മമാണ്, എല്ലാം ബ്രഹ്മമാണ്. ശിഷ്യൻ പഠിച്ചു എല്ലാം ബ്രഹ്മമാണ്. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ
ആന വരുന്നുണ്ട് എതിരെ. മുകളിൽ നിന്ന് ആനപ്പാപ്പാൻ വിളിച്ചു പറഞ്ഞു, മാറിക്കോ, ആനയ്ക്ക് മത ഇളകിയിട്ടുണ്ടാ, ഓടിക്കോ, മാറ്, വഴിയിൽ നിന്ന് മാറ്. അപ്പൊ ഇയാൾ വിചാരിച്ചു ഗുരുനാഥൻ പറഞ്ഞത് എല്ലാം ബ്രഹ്മമല്ലേ. ആന പിടിച്ച് ചുഴറ്റി ഒരൊറ്റ ഏറ് കൊടുത്തു, എല്ലൊക്കെ പൊട്ടി. ഇയാൾ വേദനിച്ചപ്പോൾ ആശുപത്രിയിൽ പോകണം എന്നുള്ള ചിന്തയല്ല ഇയാൾക്ക്. ഗുരുവിൻ്റെ അടുത്തൊന്ന് പോകണം, 2 വർത്താനം ചോദിക്കണം. ഇജാതി ആളെ പറ്റിക്കുക. ആ ഗുരുവിൻ്റെ വാക്ക് വിശ്വസിച്ചിട്ടല്ലേ ഇപ്പൊ ഇതൊക്കെ പറ്റിയത്. 2 ന്യായം ചോദിച്ചിട്ട് തന്നെ കാര്യം. ഒരുവിധം എഴിഞ്ഞ് ഗുരുവിൻ്റെ അടുത്തെത്തി. എന്താ പറ്റിയത്? നിങ്ങളെ ഉപദേശം തന്നെ ഈ കോലത്തിലാക്കി മനുഷ്യന്. അപ്പോഴാ ഗുരുനാഥൻ ചോദിച്ചത്, സംസാരിക്കുന്ന ബ്രഹ്മം പറയുന്നത് കേൾക്കാതെ സംസാരിക്കാത്ത ബ്രഹ്മത്തെ കേട്ടത് എന്ത്? രണ്ടും ബ്രഹ്മാണെങ്കിൽ മുകളിലത്തെ ബ്രഹ്മല്ലേ നിന്നോട് പറഞ്ഞത് മാറാൻ, അതെന്ത് കേൾക്കാഞ്ഞത്? ഈ ജാതി പൊട്ടത്തരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ ദ്വൈതം അഴിഞ്ഞൊഴിഞ്ഞു പോയാലും ദ്വൈതം കാണും. പിന്നെ എന്താ വ്യത്യാസം? ഇത് ഇന്നലെ പോലെ നിന്നെ ബന്ധിക്കുകയില്ല, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അല്ലാണ്ട് ജ്ഞാനി വിജ്ഞാനി ദ്വൈതം കാണുന്നില്ല എന്നാരും പറഞ്ഞേക്കരുത്. വിജ്ഞാനിക്ക് ശരീരമോ ഇന്ദ്രിയമോ മനസ്സോ ബുദ്ധിയോ ഇല്ലാതാവുക അല്ല ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളവിടെ ആ റോഡിൽ വെള്ളമില്ല എന്ന് മനസ്സിലാക്കി, പ്രമാണ വിചാരം കൊണ്ട് മനസ്സിലാക്കി. പിന്നെയും വെള്ളം കാണുമല്ലയോ? എന്താ അഭിപ്രായം? കാണും. റോഡില് നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡില് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്ത് വെള്ളം കാണും. നമുക്കറിയാം വെള്ളമില്ല, എന്നാലും കാണും. പിന്നെന്താ വ്യത്യാസം? മുമ്പ് അവിടെ വെള്ളമുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചു, ഇപ്പോ ആ കാഴ്ച വെറും ഭ്രാന്തിയാണെന്ന് അറിയുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് കാണില്ല എന്ന് പറഞ്ഞേക്കാൻ. അതാണ് പറയുന്നത്, അസ്വസ്ഥമാകിലും ഇത് ഇന്ദ്രിയ ദൃശ്യമാകും. വിജ്ഞാനി ആയാലും ഈ ദ്വൈത പ്രപഞ്ചത്തെ കാണും. അയാളുടെ മുമ്പിലും ഈ ദ്വൈത പ്രപഞ്ചം നിലനിൽക്കും. പിന്നെന്താ വ്യത്യാസം? മുമ്പുള്ളതുപോലെ അയാളെ ബന്ധിക്കില്ല. ഒന്നിനോട് ഒട്ടാതെ എല്ലാത്തിൻ്റെയും മധ്യത്തിൽ ജീവിക്കാൻ കഴിയും. ഒട്ടലില്ലാതെ ജീവിക്കാൻ പറ്റും. അതെന്തൊരു സുഖാന്ന് ആലോചിച്ച് നോക്കൂ. ഒട്ടലില്ലാതെ ജീവിക്കണം എന്തൊരു സുഖ. പക്ഷെ കാലം പോയി പോയി നമ്മളിപ്പോ വിചാരിച്ചിരിക്കുന്നത് ഈ ഒട്ടലാണ് സ്നേഹം എന്നാ വിചാരിച്ചിരിക്കുന്നത്. സ്നേഹം വേറെ, ഒട്ടിച്ചേരൽ വേറെ. മനസ്സിലാക്കുക. ശരി. ദിക്കിൻ ഭ്രമം വിടുകിലും പുനരിങ്ങിവന്റെ ദൃക്കിന്നു ദിക്ക് പുനരിങ്ങനെ തന്നെ കാണാം. ഏതൊക്കെയാ ദിക്ക്? ദിക്ക് എന്തൊക്കെയാ? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, ഇത്രയേ ഉള്ളൂ ആദ്യം. പിന്നെ കോണുകളായി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 8ആയി. പിന്നെ മുകളിൽ താഴെ നോക്കിക്കഴിഞ്ഞാൽ 10ആയി. ഈ 10 ദിക്ക് ഒന്ന് എടുത്തോളൂ. നമുക്കിതിൽ ദിഗ്ഭ്രമം തോന്നുന്ന സ്ഥിതികളുണ്ട്. ഒരു പുതിയ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതാപ്പോ പടിഞ്ഞാറ്, ഏതാ തെക്ക് ഒന്നും മനസ്സിലായി എന്ന് വരില്ല. പിന്നെ സാമാന്യം മനസ്സിലാക്കാം. സൂര്യൻ ഏകദേശം സമയമൊക്കെ നോക്കിയിട്ട് ഇന്ന ഭാഗത്താണ്, അതുകൊണ്ട്. പക്ഷെ അത് ഉറപ്പൊന്നുമില്ല. കാരണം ഉത്തരായണത്തിലും ദക്ഷിണായനത്തിലും സൂര്യൻ്റെ ഗതിക്ക് മാറ്റമുണ്ട്. അത് ഭൂപ്രദേശം അനുസരിച്ച് മാറ്റമുണ്ട്. ഒക്കെ വലിയ പ്രശ്നം തന്നെയാണ്. ഈ സമയം എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നം ഇല്ലേ? സമയം എന്ന് പറഞ്ഞാൽ തന്നെ ഭ്രമം, വല്ലാത്ത ഭ്രമം ഉണ്ടാവണത് സമയത്തിന്. ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ രാവിലെ ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് സൂര്യൻ ഉദിച്ചു.
രാത്രി ഒരു 12 മണി വരെയൊക്കെ സൂര്യൻ, ആ കൂടി ഒരു 3 മണിക്കൂർ 2 മണിക്കൂറൊക്കെയാ ഇരുട്ട്. അപ്പം എപ്പോഴാ സന്ധ്യ? സായം സന്ധ്യക്ക് വീട്ടിലെല്ലാവരും കൂടി ചേർന്ന് നാമം ജപിക്കണം. സ്വാമി എപ്പോഴാണ് ഞങ്ങൾ ജപിക്കേണ്ടത്? രാത്രി 2 മണിക്കാ. എപ്പോഴാ? അല്ല, പ്രഭാത സന്ധ്യക്ക് വിളക്ക് വയ്ക്കണം. എപ്പോ? 2:30 മണിക്കോ? അപ്പൊ ആ നാട്ടിൽ പോയിട്ട് ചിദാനന്ദപുരി സ്വാമി സംസാരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ തല്ലുകൊള്ളില്ലേ? ചിന്തിച്ചു നോക്കൂ, വലിയ പ്രശ്നമാണ്. സിംഗപ്പൂരിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് വിമാനത്തിൽ കയറി 9:15 പുറപ്പെട്ടു. 16 മണിക്കൂർ പറന്നിട്ട് 9:30 അവിടെ എത്തി. അപ്പം എത്ര സമയം എടുത്തു പുറക്കാൻ? 1/4 മണിക്കൂറാണോ 16 മണിക്കൂറാണോ? എന്താ അഭിപ്രായം? ഏതാപ്പം ശരി? ഭ്രമാണോ അല്ലയോ? വലിയ ഭ്രമാണ്. അപ്പം അതിനെ നമ്മളൊരു വാക്കൊക്കെ അങ്ങോട്ട് പിടിപ്പിച്ചു, ജെറ്റ് ലാഗ് എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു. അതൊക്കെ ശരിയായിട്ട് പ്രസംഗിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാ പരിപാടിയുടെ ആൾക്കാർ അന്ന് തന്നെ പരിപാടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോഴോ വലിയ പ്രശ്നം തന്നെ. പ്രസംഗിച്ചു, അത് വേറെ വിഷയം, പക്ഷെ വലിയ പ്രശ്നമാണ്. ഭ്രമമുണ്ട്. ഇപ്പൊ കൃത്രിമമായി പ്രസംഗിക്കണം. ചിന്തിക്കുക. ഇതാണ് ദേശകാലങ്ങളുടെ സ്ഥിതി. ഇതാണ് ദേശകാലങ്ങളുടെ സ്ഥിതി. ഇതൊക്കെ മനസ്സിലാക്കിയാലും ദിഗ്ഭ്രമം വന്നു. ഏതാ കിഴക്ക്, ഏതാ പടിഞ്ഞാറ്, ഏതാ തെക്ക് എന്നൊന്നും അറിയില്ല. അപ്പൊ ഭ്രമം വന്നു. അപ്പൊ ചോദിച്ചു, മനസ്സിലാക്കി, ഇതാണ് കിഴക്ക് എന്ന് മനസ്സിലാക്കി. ആ നാട്ടിൽ വേറെ സ്ഥലത്ത് പോയി അങ്ങോട്ട് പോയി. അതേ ആൾക്ക് പിന്നെയും കാണും. അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതാ കിഴക്ക് എന്ന്, എന്നാലും ഭ്രമം ഉണ്ടാവും. പിന്നെയും ദിക്ക്, ഇത് കിഴക്ക്. ഈ കിഴക്ക് പടിഞ്ഞാറ് എന്നൊക്കെ ഉള്ളത് വലിയ പ്രശ്നമാണ്. ചില നാട്ടിലെ ചില ആൾക്കാരെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ വിഷമം തോന്നും. ഈ പാശ്ചാത്യ സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് 1000 നാവുകൊണ്ട് പറയും. പാശ്ചാത്യ സംസ്കാരത്തെ കുറ്റം പറയും. ധാരാളം പേര് പറഞ്ഞ് കേൾക്കാറുണ്ട്. നമ്മളെ വായിന്ന് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. കാരണം ഏതാ പാശ്ചാത്യം? നിങ്ങളെ അഭിപ്രായം എന്താ? ഏതാ പാശ്ചാത്യം? ആർക്കെങ്കിലും പറയാൻ അറിയുക? അത് സ്വാമി യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ സംസ്കാരത്തെ കൊണ്ടാണ് നമ്മൾ പാശ്ചാത്യ സംസ്കാരം എന്ന് പറയണത്. അങ്ങനെയാണെങ്കിൽ ഓസ്ട്രേലിയയോ പൗരസ്ത്യല്ലേ? അപ്പോൾ അതിനെ നിങ്ങൾ പാശ്ചാത്യം എന്ന് പറയും. അതെങ്ങനെയാണ്? ഭൂമിയിൽ 2ആയി വിഭജിക്കുന്ന ഒരു രേഖ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാം ഇത് പടിഞ്ഞാറാണ്, ഇത് കിഴക്കാണ്. കിഴക്കോട്ട് പോയാൽ പടിഞ്ഞാറോട്ട് എത്തുമില്ലയോ? എത്തും. പടിഞ്ഞാറോട്ട് പോയാൽ കിഴക്കോട്ട് എത്തുമില്ലയോ? അതും എത്തും. പിന്നെ ഏതാ പടിഞ്ഞാറ്, ഏതാ കിഴക്ക്? ഇവിടുന്ന് കിഴക്കോട്ടും അമേരിക്കയിലേക്ക് പോവാം, ഇവിടുന്ന് പടിഞ്ഞാറോട്ടും അമേരിക്കയിലേക്ക് പോവാം. അപ്പോൾ അമേരിക്ക കിഴക്കാണോ പടിഞ്ഞാറാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുക. ഞാൻ ഇവിടെയൊക്കെ പോയി നോക്കി, എനിക്ക് തോന്നിയിട്ടില്ല ഒന്നും. ഇന്ന രാജ്യം കിഴക്കാണ്, ഇന്ന രാജ്യം പടിഞ്ഞാറാണ്, എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ വിവരക്കേടായിരിക്കാം. അതുകൊണ്ട് വെസ്റ്റേൺ ഈസ്റ്റേൺ വിഭജിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഓറിയന്റൽ ഓക്സിഡന്റൽ വിഭജിക്കുന്നതിനോട് യോജിപ്പില്ല. ആപേക്ഷികമാണ്, തീർത്തും ആപേക്ഷികമാണ്. ഇനി വിഭജിക്കുന്ന ആൾക്കാർ മോശമൊക്കെയാണ് അവിടേക്ക് കൊടുക്കുക, നല്ലതൊക്കെ നമ്മളത് കാണുന്നു. അതെങ്ങനെയാണ് ശരിയാവുക? അവിടെ നല്ലതൊന്നുമില്ലേ? ഇവിടെയുള്ള ഒക്കെ നല്ലതാണ്. തെറ്റാണത്. ഒരിക്കലും അങ്ങനെ വിഭജിക്കരുത്. അതുകൊണ്ട് ഇനി മേലിൽ ആരെങ്കിലും പാശ്ചാത്യ സംസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് സംശയം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് ചോദിക്കണം. ഏതാണ് പാശ്ചാത്യം? ചോദിക്കണം. 10 പേര് ചോദിക്കാൻ തുടങ്ങിയാൽ ഈ വിഡ്ഢിത്തരം പ്രസംഗിക്കുന്നത് കുറേ നിൽക്കും. അതാ പറയണത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലും നമ്മൾ കിഴക്കുണ്ട് എന്ന് പറയും. ഏതാ കിഴക്ക്? സൂര്യൻ ഉദിക്കുന്ന സ്ഥലം കിഴക്ക് ആണല്ലോ, ആണല്ലോ, സമ്മതിച്ചല്ലോ. അപ്പൊ ആരുടെ അപേക്ഷയിലാണ് കിഴക്ക്? സൂര്യന്റെ അപേക്ഷയിലാണോ ഭൂമിയുടെ അപേക്ഷയിലാണോ? ഭൂമിയിലിരുന്ന് നോക്കുന്ന നമ്മെ സംബന്ധിച്ച് സൂര്യൻ ഉദിക്കുന്ന ഭാഗം കിഴക്കാണ്. നമ്മൾ വളരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം ഉപയോഗിച്ച് ഈ സൗരയൂഥത്തിന്റെ മറ്റേ ഭാഗത്തിൽ കടന്നു. ഇപ്പൊ സൂര്യൻ ഏത് ഭാഗത്താണ് ഉദിക്കുക? പടിഞ്ഞാറ്. അപ്പൊ ഇപ്പൊ നമ്മൾ പടിഞ്ഞാറ് എന്ന് പറയുന്നതല്ലേ അവിടെ കിഴക്ക് എന്ന് പറയാ?
അപ്പൊ അതോ ശരി ഇതോ ശരി ഏതാണ്? അറിയാത്തോണ്ട് ചോദിക്കുക. നമ്മൾ ശീർഷാസനത്തിൽ നിൽക്കുമ്പോൾ ആരാപ്പ തല കുത്തി നിൽക്കണത്? അപ്പുറത്ത് അല്ലേ? മറ്റേയാള് ശബരിമലയിൽ ഒരാള് അനൗൺസ്മെന്റ് പോയിട്ട് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്ന 48 സ്വാമിമാർക്കും വഴി തെറ്റിയിട്ടുണ്ടെന്നാണ്. ഒരു ബസ്സിലാകെ 49 പേരാ വന്നത്. അപ്പൊ ആർക്കാ വഴി തെറ്റിയത്? എൻ്റെ കൂടെ വന്ന 48 പേർക്കും വഴി തെറ്റിയിട്ടുണ്ട്. അവർ മൈക്ക് പോയിന്റിൽ എത്തേണ്ടതാണ്. ആർക്കാ വഴി തെറ്റിയത്? ഇന്നത്തെ ലോകം ഒന്നും ഒരു ശരിയില്ല കേട്ടോ. ഇന്നത്തെ കുട്ടികളൊന്നും ഒരു ശരിയില്ല, ഒക്കെ മഹാപകട. ആർക്കാ ശരികേട്? നോക്കണം നമുക്കാണ് ശരികേട്, കുട്ടികൾക്കല്ല. കുട്ടികൾ നല്ല മക്കളാണ്. ഇപ്പോഴത്തെ മക്കൾ നമ്മളെക്കാൾ കഴിവുള്ള കുട്ടികളാണ്. എല്ലാം ഒന്നിനൊന്നും വെച്ചാ. പക്ഷെ നമുക്കാണ് തകരാറ്. നമ്മൾ തലതിരിഞ്ഞ് നോക്കിയിട്ട് പറയാ അതൊക്കെ തലതിരിഞ്ഞിട്ടാണുള്ളത് കേട്ടോ. എന്തിനാണത്? ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് പറയാണ്, ദിക്കിൻ ഭ്രമം വിടുകിലും പുനരിങ്ങിവന്റെ ദൃക്ക് കാണുന്നവൻ ദൃക്കിന് ദിക്ക് പുനരിങ്ങനെ തന്നെ കാണാം. ഇത് തീർത്തും ആപേക്ഷികമാണെന്ന് അറിഞ്ഞാലും ഇങ്ങനെ തന്നെ കാണും. ഇത് തീർത്തും ആപേക്ഷികമാണെന്ന് അറിഞ്ഞാലും ഇങ്ങനെ തന്നെ കാണും. നമ്മള് ചെറിയ കുട്ടികളാവുമ്പോൾ ഒരു കളി കളിക്കുകയായിരുന്നു. നിങ്ങൾ എത്ര പേര് കളിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. നല്ല വെയിലത്ത് അല്പം ചെരിഞ്ഞിട്ട് നിൽക്കുക. അപ്പം നിലത്ത് നമ്മുടെ നിഴല് രൂപപ്പെടും. ഈ കളി കളിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഏകദേശം നെഞ്ചിലേക്ക് നോക്കണം. അങ്ങനെ നെഞ്ചിലേക്ക് നോക്കി ഒരു 5 മിനിറ്റ് നിൽക്കണം. എന്നിട്ട് പെട്ടെന്ന് ആകാശത്തേക്ക് നോക്കണം, പെട്ടെന്ന്. അപ്പോൾ ഈ ആകാരം നേരെ വിപരീത വർണ്ണത്തിൽ മുകളിൽ കാണും. ഒന്ന് പരിശോധിച്ച് നോക്കൂല്ലേ? ഇത് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തു നോക്കും. എന്നിട്ട് കുട്ടികളാകുമ്പോൾ സ്ഥിരം ചെയ്യണതാണ്. അത് സുഖ കാണാൻ. കാരണം വലിയ എണ്ണ കാണും, ചെറിയ എണ്ണയല്ല. എന്നെ വലുതായി കാണുന്ന എപ്പോഴും ഇഷ്ടമാണല്ലോ. ഇല്ലേ? എന്നെ വലുതായി കാണുന്ന എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്താ ആണോ അല്ലയോ? അറിയാത്തോണ്ട് ചോദിക്കുക. അപ്പൊ ഞാൻ എൻ്റെ നിഴലിനെ നേരെ ആകാശത്ത് മുകളിൽ കാണുകയായി. ഇല്ല എന്ന് പറയാൻ വേറൊരാൾ കൈ സ്വാതന്ത്ര്യം ഇല്ല. ഞാൻ കാണുന്നു എന്നുള്ളത് എൻ്റെ അനുഭവമാണ്. എന്നാ അവിടെ ഉണ്ടോ? ഇല്ല. അത് കണ്ണിൻ്റെ ഒരു വിഭ്രാന്തി ദർശനം മാത്രമാണ്. അത് ഭ്രാന്തി ദർശനമാണ്. അത് ഫോട്ടോണിക്സ് പഠിക്കണവർ വിശദീകരിച്ചോട്ടെ, അതിൻ്റെ പണി നമുക്കില്ല. പ്രകാശത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ അത് വ്യാഖ്യാനിച്ചോട്ടെ. പക്ഷെ നമ്മൾ അനുഭവം പറയുന്നു. അതുപോലെ അപ്പൊ ഇത് അങ്ങനെ രൂപം അവിടെ ഇല്ല എന്ന് അറിയുന്ന ഒരാൾ നോക്കിയാൽ കാണുമല്ലയോ? കാണും. അങ്ങനെ രൂപം അവിടെ ഇല്ല, ഇത് നേത്രത്തിന്റെ ഭ്രമമാണ് എന്ന് അറിഞ്ഞു ഒരാൾ, എന്നിട്ട് നോക്കിയാലോ കാണും. അപ്പം ഭ്രമമാണെന്ന് അറിഞ്ഞാലും കാണും. പിന്നെ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, പണ്ടത് കണ്ടപ്പോ അത് പ്രേതാണ്, അത് പിശാചാണ്, അത് യക്ഷിയാണ് എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പൊ ഒന്നും വിചാരിക്കില്ല. അപ്പൊ അത് കണ്ണിന്റെ ഭ്രമം കൊണ്ട് കാണുന്ന ഒരു കാഴ്ചയാണെന്ന് മനസ്സിലാക്കും. ഇതാണ് വ്യത്യാസം. വ്യക്തമാണോ പറഞ്ഞത്? അതുകൊണ്ട് ദിക്കിൻ ഭ്രമം വിടുകിലും പുനരിങ്ങിവന്റെ ദൃക്കിന് ദിക്ക് പുനരിങ്ങനെ തന്നെ കാണാം. ലളിത പദാവലികളാണ്, ലളിതമായ മലയാള പദങ്ങളാണ്. നോക്കൂ. വിശ്വം വിവേകദശൈങ്കലഴിഞ്ഞു സർവം അസ്വസ്ഥമാകിലും അതിന്ദ്രിയ ദൃശ്യമാകും. ദിക്കിൻ ഭ്രമം വിടുകിലും പുനരിങ്ങിവന്റെ ദൃക്കിന്നു ദിക്കു പുനരിങ്ങനെ തന്നെ കാണാം. സത്യത്തിലില്ലയുലകം സകലം വിവേക വിധ്വസ്തമായ പിറകും വിലസുന്നു മുൻപോൽ. നിസ്തർക്കമായി മരുവിലില്ലിഹ നീരമെന്നു സിദ്ധിക്കിലും വിലസിടുന്നിതു മുൻപ്രകാരം. നമുക്ക് നാളെ ചിന്തിക്കാം.